നിങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് ഇതുപോലെ 24 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് റിയൽ ടൈം വ്യൂസ് ഇതുപോലെ 2 വ്യൂസാ 3 വ്യൂസാ എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോസ് ഒരു കാലത്തും നിങ്ങളെ ആ വീഡിയോസ് റീച്ച് ആവത്തില്ല. അത് അവിടെ സ്റ്റോപ്പായി എന്നാണ് അതിൻ്റെ അർത്ഥം. 24 മണിക്കൂർ കൊണ്ട് എത്ര പ്രാവശ്യം എത്ര വ്യൂസ് നിങ്ങൾക്ക് റിയൽ ടൈം വ്യൂസ് വന്നിട്ടുണ്ട്, ആ വ്യൂസിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ആ വീഡിയോ പിന്നെയും എൻഗേജ്മെൻറ്റിലേക്ക് പോകത്തുള്ളൂ. അതല്ലാതെ നിങ്ങളെ വീഡിയോസ് ഇതുപോലെ നിങ്ങൾക്ക് റിയൽ ടൈം വ്യൂസ് 2 അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോ അവിടെ സ്റ്റോപ്പായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ആ വീഡിയോ അവിടെ ഫ്രീസായി നിൽക്കുകയാണ്. അതിനുശേഷം വ്യൂസ് വരാൻ സാധ്യത വളരെ കുറവാണ്, വ്യൂസ് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഇതുപോലെ ഈ വ്യൂസ് നോക്കിയിട്ട് വേണം നിങ്ങൾ 24 മണിക്കൂർ കൊണ്ട് നമ്മുടെ വീഡിയോസ് എത്ര എൻഗേജ്മെൻറ്റ് വന്ന് എത്ര റിയൽ ടൈം വ്യൂസ് വന്നിട്ടുണ്ട് എന്ന് നോക്കിയിട്ടാണ് യൂട്യൂബ് കൂടുതൽ റീച്ചിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് വ്യൂസ് കൊണ്ടുവരേണ്ടതെന്നും മെയിനായിട്ടും നമ്മൾ നോക്കാൻ പോകുന്നത് ടൈറ്റിലും തംബ്നെയിലാണ്. ഇപ്പോഴത്തെ അൽഗോരിതം പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ ടൈറ്റിലും തംബ്നെയിലാണ് ഉള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മുന്നെല്ലാം വേറെ വേറെ കാറ്റഗറിയിൽ പെട്ടതായിരുന്നു. കീവേഡ് കൊടുക്കണം, അത് കൊടുക്കണം, നമ്മുടെ ഹാഷ്ടാഗ് കൊടുക്കണം, ഇതൊക്കെ നോക്കിയിട്ടായിരുന്നു മുന്നേ ഓൾറെഡി യൂട്യൂബ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളെ വീഡിയോസ്. ഇപ്പം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ പുതിയ അപ്ഡേറ്റ് അനുസരിച്ചിട്ട് നമ്മളെ ക്ലിക്ക് ബൈറ്റ് ത്രൂവും പിന്നെ ടൈറ്റിലും നോക്കിയിട്ടാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരുടെ വ്യൂസും ഓൾറെഡി ഓട്ടോമാറ്റിക് കൂടിക്കൊണ്ട് പോകുന്നത്. വ്യൂസ് വരുന്നതും സബ്സ്ക്രൈബർ വരുന്നതും വാച്ച് ടൈം കൂടുന്നതും എൻഗേജ്മെൻറ്റിലേക്ക് പോകുന്നതും. നിങ്ങൾ സബ്സ്ക്രൈബർ എത്ര 0 സബ്സ്ക്രൈബർ ആണെങ്കിൽ പോലും വെറും തംബ്നെയിലും ടൈറ്റിലും മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ആ വ്യൂസ് ആ വീഡിയോക്ക് 1 ലക്ഷം വ്യൂസും 2 ലക്ഷം വ്യൂസും കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത് ഇപ്പോൾ നിലവിലത്തെ അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ 24 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എത്ര വ്യൂസ് വന്ന് എന്നനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് വീഡിയോസ് എൻഗേജ്മെൻറ്റിലേക്ക് പോവുക. അപ്പോൾ അത് എങ്ങനെ ചെയ്യേണ്ടെന്നും എങ്ങനെ ചെക്ക് ചെയ്യാമെന്നും നിങ്ങൾക്ക് എങ്ങനെ ഏത് തരത്തിലുള്ള തംബ്നെയിൽ കൊടുത്താലാണ് ഏറ്റവും കൂടുതൽ റീച്ച് പോകുന്നു എന്ന്. അഥവാ നിങ്ങൾക്ക് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവരെന്നെ വെച്ചോ, നിങ്ങൾക്ക് തംബ്നെയിൽ ഇടാൻ അറിയില്ല, എല്ലാവരും ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഇതുപോലെ തംബ്നെയിൽ ഇടാൻ അറിയുന്നില്ല എന്ന് വെച്ചോ, നിങ്ങൾക്ക് അതും വളരെ സിമ്പിളാണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തംബ്നെയിൽ ഇടുന്നതും ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ ഇംപ്രസ് ആൻഡ് ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയുന്ന സംഭവം എത്ര വരുന്നുണ്ടെന്നും മിനിമം 15 മാക്സിമം 15 ക്ലിക്ക് ബൈ ത്രൂ റേറ്റ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീഡിയോക്ക് മാക്സിമം 20K 30K എല്ലാം കിട്ടാൻ സാധ്യതയുണ്ട്. അതല്ല ഒരു 8 മിനിമം 8 9 10 ഈ ക്ലിക്ക് ബൈ ത്രൂ റേറ്റ് നമുക്ക് ഏറ്റവും വേണം. എന്നാലേ കൂടുതൽ 24 ഹവേഴ്സും നമ്മുടെ വീഡിയോസ് റിയൽ ടൈം വ്യൂസ് ആയിട്ട് കണക്കാക്കപ്പെടുത്തുള്ളൂ. അങ്ങനെ വ്യൂസ് കണ്ടിന്യൂസ്ലി 24 മണിക്കൂർ കൊണ്ട് നമുക്ക് വ്യൂസ് കൊണ്ടുവരാൻ പറ്റി എന്നുണ്ടെങ്കിൽ നമ്മൾ 100% വിജയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനിവിടെ നിങ്ങൾക്ക് എൻ്റെ സ്വന്തം ചാനൽ ഞാൻ കാണിച്ചിട്ട് കാര്യമില്ല. കാരണം എന്തുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം ചാനൽ കാണുന്നുള്ളത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ചിലപ്പോൾ ഞാൻ തംബ്നെയിൽ കൊടുക്കുന്നത് അങ്ങനെ ആയിരിക്കും. നമ്മുടെ വീഡിയോസ് അല്ല, ഞാൻ നോർമലായിട്ട് റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോസ്, എൻ്റെ തന്നെ വീഡിയോസ്, വേറെ വീഡിയോസ് ഞാൻ ഓൾറെഡി കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഈ സ്ക്രീൻഷോട്ടിൽ കാണിക്കുന്നത് ഞാൻ ഓൾറെഡി കാണിച്ചായിരുന്നു. എൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ചാനലാണിത്. ഇതിൽ മാക്സിമം നമുക്ക് വരുന്ന വ്യൂസ് എന്ന് വെച്ചാൽ 16K 63K 12K 26K 2K 18K 57K 23K 1,54K. ഓക്കെ, 1,54K ഇങ്ങനെയാണ് വ്യൂസ് വരുന്നുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ വെച്ചാൽ ഇതിപ്പോൾ ഓൾറെഡി ഈ വ്യൂസ് 1,50,000 ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ വ്യൂസൊക്കെ കാണിക്കുന്നുണ്ട്. ഇംപ്രഷൻ ഇവിടെ ക്ലിക്ക് ബൈ ത്രൂ കാണിക്കുന്നുള്ളത് എത്രയാണ്, 13.6% ക്ലിക്ക് ബൈ ത്രൂ. ഇവിടെ നിങ്ങൾക്ക് താഴെ പോയി കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആരോ മാർക്ക് ഡൗൺ ആയിട്ട് കാണിക്കുന്നുണ്ടാവും. ഡൗൺ ആയിട്ട് കാണിക്കുന്ന ഓൾറെഡി വ്യൂസ് വന്നു കഴിഞ്ഞു. എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഈ ഇംപ്രഷൻ ക്ലിക്ക് ബൈ ത്രൂ റേറ്റ് നോക്കണം. ഓക്കെ, ഈ ഇംപ്രഷൻ ക്ലിക്ക് ബൈ ത്രൂ റേറ്റ് നോക്കിയിട്ട് നമുക്ക് ഇത് രണ്ടും കൂടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഇടണം. അപ്പോൾ ഇംപ്രഷൻ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടൈറ്റിലും തംബ്നെയിലും നല്ല ഉഷാറായിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഞാനിവിടെ കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ എൻ്റെ ഈ ചാനലാണ്. ഇതിൽ 16K ഞാൻ ഓൾറെഡി കാണിച്ചു തന്നല്ലോ, 16K 63K. ഇതിൻ്റെ തംബ്നെയിലിൻ്റെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. തംബ്നെയിൽ ഇട്ടത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. തംബ്നെയിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിക്കാം. അതിൻ്റെ ടൈറ്റിലും കാണാൻ പറ്റും. ടൈറ്റിലും തംബ്നെയിലുമാണ് ഓൾറെഡി എനിക്ക് ഇത്ര വ്യൂസ് കൊണ്ടുവരാൻ സാധിച്ചത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് തംബ്നെയിൽ ഇടാൻ പറ്റുന്നില്ല, ഇങ്ങനത്തെ ഇതുപോലത്തെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്ക് ഞാൻ ഓൾറെഡി ഇതിൽ പറഞ്ഞുതരാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി തംബ്നെയിൽ ഇടാൻ അറിയുന്നില്ല എന്ന് വിചാരിച്ചോ. തംബ്നെയിൽ ഇടാൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന്
ഒരു പ്രോംപ്റ്റ് എടുക്കാം. പ്രോംപ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ തംബ്നെയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തംബ്നെയിൽ ഓൾറെഡി പ്രോംപ്റ്റായിട്ട് കൊടുക്കാം. അതിനെന്ത് ചെയ്യേണ്ടത്, വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വ്യൂസും എൻഗേജ്മെൻറ്റും നിങ്ങളെ വീഡിയോ കൊണ്ടുവരാൻ പറ്റും. ഇപ്പം നിങ്ങളെ വീഡിയോസ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ ചാനൽ ഒഴിവാക്കുന്നത്, എൻ്റെ ചാനൽ വിട്ടു, ഞാൻ വേറെ ചാനലിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടോപ്പിക്ക് അനുസരിച്ചിട്ട് ഒരു ഏറ്റവും കൂടുതൽ ഇപ്പോൾ പട്ടിശല്യമുള്ള ഒരു ഗ്രാമമാണ് നമ്മളെ കേരളം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെ ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞുതരാം. നമ്മളിപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഈ ന്യൂസ് ചാനൽ പോലെ ടോപ്പിക്കിനനുസരിച്ചിട്ട് ഓരോരോ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ ബിഗ് ബോസിനെ കുറിച്ചിട്ടാണെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓൺ കണ്ടൻറ്റാണ്, ഓൺ വീഡിയോസാണ്. നമ്മൾ വേറൊരാൾക്കാരുടെ തംബ്നെയിലും ടൈറ്റിലും എടുത്തു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ അതിനെന്ത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ChatGPT എടുക്കാം. ChatGPT എടുത്തിട്ട് ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ChatGPT നമ്മളോട് പറയാം, ഞാൻ ഓൾറെഡി ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. സ്ക്രീൻഷോട്ടിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്ക്രീൻഷോട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ പ്രോംപ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് മലയാളം കീവേഡ് ഇല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താലും മതി. എനിക്ക് ഇംഗ്ലീഷ് അത്ര അറിയാത്തതുകൊണ്ട് ഞാൻ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ല നിങ്ങളടുത്ത് കീവേഡ് ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാം. അതുപോലെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ChatGPT. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, കേരളത്തിൽ മുഴുവനും പട്ടിശല്യമാണ്, അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തംബ്നെയിൽ പ്രോംപ്റ്റ് വേണം. ഓക്കെ, ഞാൻ മലയാളത്തിലാണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ നമുക്ക് ChatGPT ഒരു പ്രോംപ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ. ഒരു പ്രോംപ്റ്റ് തന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഈ പ്രോംപ്റ്റ് എടുത്തിട്ട് നേരെ ഇവിടുന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, ഒരു പ്രോംപ്റ്റ് തന്നിട്ടുണ്ട്. ആ പ്രോംപ്റ്റ് എടുത്തിട്ട് നേരെ ഇവിടെ കോപ്പി ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഇതിൽ മലയാളത്തിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിലാക്കാം. അപ്പോൾ അതിന് ഓൾറെഡി വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഇപ്പോൾ നമുക്കത് മലയാളത്തിൽ ജിമിനി ആപ്പിലേക്ക് പോവാണ്. അവിടെ കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഇവിടുന്ന് നേരെ ജിമിനി ആപ്പിലേക്ക് പോകട്ടോ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ, ജിമിനി ആപ്പിലേക്ക് പോകാം. ജിമിനി ആപ്പിൽ പോയിട്ട് ഇവിടെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഓൾറെഡി അതേ പ്രോംപ്റ്റ് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ട് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഈ പ്രോംപ്റ്റ് ഓൾറെഡി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ന്യൂ ചാറ്റ് എന്ന് ഓൾറെഡി സെലക്ട് ചെയ്തു. ന്യൂ ചാറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ബനാനൻ്റെ സിഗ്നൽ ഉണ്ടാവും, ബനാനയിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഇവിടെ നമ്മൾ പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തംബ്നെയിൽ കിട്ടും കേട്ടോ. തംബ്നെയിൽ കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് വീഡിയോ ചെയ്യേണ്ടത്, എങ്ങനെ തംബ്നെയിൽ ഇടാമെന്ന് ഞാൻ ഫുള്ള് വ്യക്തമായിട്ട് ഇതിൽ പറഞ്ഞു തരാണ്. ഓക്കെ, നമുക്കൊരു വീഡിയോ ഇവിടെ വേറൊരു തംബ്നെയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടൊരു തംബ്നെയിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ടെക്സ്റ്റ് വേറെ രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇംഗ്ലീഷിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റ് ഇംഗ്ലീഷ്. ഓക്കെ, ടെക്സ്റ്റ് ഇംഗ്ലീഷിൽ നിന്ന് ടെക്സ്റ്റ് ചെയ്ത് കൊടുത്ത് അതിനുശേഷം ഇവിടെ നമുക്ക് ഇംഗ്ലീഷിൽ കിട്ടും. ഓക്കെ, മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് അവിടെ നിന്ന് മാറ്റിയിട്ട് എഡിറ്റിംഗ് ആപ്പിൽ ഉപയോഗിച്ചിട്ട് വേണമെന്ന് മലയാളത്തിൽ ഇടാം കേട്ടോ. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ വേണമെങ്കിൽ. ഓക്കെ, ഇംഗ്ലീഷിൽ കിട്ടിയിട്ടുണ്ട് ടെക്സ്റ്റ്. ഓൾറെഡി നമ്മൾ ഇത് നേരെ എന്ത് ചെയ്യാം, സേവ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾ ഏത് എഡിറ്റിംഗ് ആപ്പിലാണ് ഇടുന്നത് ആ എഡിറ്റിങ്ങിൽ ഇട്ടിട്ട് മലയാളം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഓൾറെഡി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഓൾറെഡി ക്യാൻവയിലാണ് ഓൾറെഡി നമ്മൾ എഡിറ്റ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാൻവ എടുക്കുന്നുണ്ട്. ക്യാൻവ എടുത്തിട്ട് അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവ എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ തംബ്നെയിൽ വേണം. തംബ്നെയിൽ വേണമെന്നുണ്ടെങ്കിൽ ക്യാൻവ ആപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ എന്ത് ചെയ്യണ്ടേ, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കണം യൂട്യൂബ് തംബ്നെയിൽ. ഓക്കെ, യൂട്യൂബ് തംബ്നെയിൽ. യൂട്യൂബ് തംബ്നെയിൽ നടിക്കുമ്പോൾ ഇവിടെ യൂട്യൂബ് തംബ്നെയിൽ വന്നിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കാണിക്കും, ഇവിടെ നിങ്ങൾക്ക് ഇമേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ഇമേജ് ഇവിടെ ഇടാം. നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇടാം. ഓക്കെ, ഇവിടെ ഇമേജ് ഇടാം. ഇമേജ് ഇട്ടതിന് ശേഷം ഇവിടെ ഈ ഇമേജ് നേരെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്ത് വേണ്ടത്, മലയാളത്തിലാണ് കൊടുക്കേണ്ടത്. ഇവിടെ മലയാളത്തിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ തംബ്നെയിലിന് എന്ത് ചെയ്യാം, ഇതിനെ ഫുള്ള് ഇങ്ങനെ ലെങ്ത് ആക്കാം. ഓക്കെ, ലെങ്ത് ആക്കി കഴിഞ്ഞാൽ ഇവിടെ നല്ല അടിപൊളിയായിട്ടൊരു തംബ്നെയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക്
ആഫ്റ്റർ എന്തൊക്കെയോ വന്നിട്ടുണ്ട്, അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ടോപ്പിലേക്ക് ആക്കാം, ഇത് കൊടുക്കട്ടോ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുക. തംബ്നെയിൽ ഇപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. വേണമെന്നുണ്ടെങ്കിൽ അവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് വേണ്ട. നമുക്ക് ടെക്സ്റ്റ് എന്താണ് കൊടുക്കേണ്ടത്, അതൊന്ന് ജസ്റ്റ് ഒന്ന് നേരെ തിരിച്ച് പോയിട്ട് ChatGPT വരാം. ChatGPT വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ടാവും കേട്ടോ. കേരളത്തിലെ പട്ടിശല്യം ഭീതിയിൽ, ഓക്കെ, ജനങ്ങൾ ഭീതിയിൽ, കുറേ ഒരു ടെക്സ്റ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ഇവിടെ ജനങ്ങൾ ഭീതിയിൽ നിന്നുള്ള ടെക്സ്റ്റ് മാത്രം നമ്മൾ എടുക്കാം കേട്ടോ. നമുക്ക് ജിമിനി ആപ്പിൽ മലയാളം അത്ര ലെറ്റർ കറക്റ്റായിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഐഡിയ ഉപയോഗിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഇത് ഇവിടുന്ന് എടുത്ത് അതിനുശേഷം എന്ത് ചെയ്യുക, അതിനുശേഷം അതേ ആപ്പിലേക്ക് പോവുക, ഇവിടെ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക, ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ഇടുക, അതിനുശേഷം ഇത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അതിനുശേഷം നമുക്കിത് കളർ ചേഞ്ച് ചെയ്യാം. കളർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ആ ടെക്സ്റ്റ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ കളർ ചേഞ്ച് ചെയ്യുക, ഏത് കളറിലാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഓൾറെഡി ബ്ലാക്കിലാണ്, വൈറ്റ്, ഓക്കെ, വൈറ്റ് കൊടുത്ത് വൈറ്റ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ, നമുക്ക് സൂം ആക്കി വെക്കാം. സൂം ആക്കി വെച്ചതിന് ശേഷം ഇതെന്ത് ചെയ്യാം, കുറച്ച് ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കാം, വലുതാക്കണം, കുറച്ച് സൂം ആക്കിയിട്ട് തന്നെ വെക്കണം കേട്ടോ നിങ്ങൾ. അതിനുശേഷം ഇത് കുറച്ച് ചെറുതാക്കിയതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ താഴത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കൊടുക്കാം, അല്ല നിങ്ങൾ എവിടെ കൊടുക്കേണ്ടത് അവിടെ കൊടുക്കാം കേട്ടോ. നമ്മൾ എവിടെയാണ് ഉദ്ദേശിക്കുന്നത് അവിടെ കൊടുക്കാം. അപ്പോൾ ഇത് തംബ്നെയിലൊക്കെ കറക്റ്റ് ഉഷാറായിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്തേ, ഇത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ എഫക്ട്സിൽ പോവാം കേട്ടോ. എഫക്ട്സിൽ പോവുക, നമുക്ക് ഏത് എഫക്ട്സ് ആണോ വേണ്ടത് അവിടെ ആ എഫക്ട്സ് ജസ്റ്റ് ഒന്ന് ഇവിടെ എഫക്ട്സ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല ഗംഭീരമായിട്ട് അത് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ നല്ല വ്യക്തമായിട്ട് കാണുന്ന രീതിയിൽ തംബ്നെയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ബൈറ്റ് ത്രൂ കിട്ടും. ഓക്കെ, ക്ലിക്ക് ബൈറ്റ് കിട്ടും. ജസ്റ്റ് ആൾക്കാർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാനുള്ള ടെൻഡൻസി കൂടും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കൊണ്ടുവരാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ ഫ്രീ വേർഷനിൽ ക്യാൻവയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിനുശേഷം ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്ത് അത് ഡൗൺലോഡായി കഴിഞ്ഞ് ഇനി നമുക്ക് എന്താണ് വേണ്ടത്, ഇനി നമുക്ക് വേണ്ടത് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളത്. വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന തംബ്നെയിലിൻ്റെ ടെക്സ്റ്റാണ് വേണ്ടത്. അപ്പോൾ അതിനെന്ത് ചെയ്യണ്ടേ, അതിന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതേ ChatGPT പോവാം. ChatGPT പോയിട്ട് ഇവിടെ ജസ്റ്റ് ഇതിൻ്റെ താഴെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈറ്റിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ടൈറ്റിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ ഓൾറെഡി അതിനെ പറ്റിയുള്ള കുറച്ച് ടൈറ്റുകൾ നമുക്ക് കാണിച്ചു തരും കേട്ടോ. കേരള പട്ടിശല്യം അതിരൂഘടനോ, കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും, അതൊന്നും നോക്കണ്ട. പട്ടിശല്യം ഇനി സഹിക്കില്ല. ഓക്കെ, ഇത് മതി നമുക്ക്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതെടുക്കാം, അല്ല ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഓക്കെ, അതിനുശേഷം ഇത് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, ഏത് വേണ്ടെന്ന് കോപ്പി ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സെലക്റ്റഡ്. ഓക്കെ, ഇത് ഫുള്ള് സെലക്ട് ആവുന്നില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യാം, കോപ്പി. ഓക്കെ, കോപ്പി ചെയ്തെടുത്ത്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴത്ത് വേറൊരു ഇതുണ്ട് വന്നിട്ടുണ്ട്, പട്ടിശല്യം അതിരൂഘടനോ അങ്ങനത്തെ കുറേ ടൈറ്റിൽ വന്നിട്ടുണ്ട്. പട്ടി ഭീഷണിയാകുന്നു. ഇത് വേണമെങ്കിൽ ഇതെടുക്കാം. ഓക്കെ, ഇതെടുത്ത് ഓൾ സെലക്ട് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നേരെ നമ്മൾ യൂട്യൂബിൽ വരാം. യൂട്യൂബിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ യൂട്യൂബിൽ എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്യാനാണ് കാണിച്ചു തരുന്നത്. അപ്ലോഡ് ചെയ്യാൻ യൂട്യൂബ് എടുത്തതിന് ശേഷം നമുക്കിവിടെ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യേണ്ട എവിടെയെന്നും എല്ലാം അറിയാമല്ലോ. അപ്പോൾ ഇവിടെ ലോങ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ലോങ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് ആ വീഡിയോ ഓൾറെഡി എടുക്കുക. ആ വീഡിയോ എടുത്തതിന് ശേഷം ഓക്കെ, ഇവിടെ നമ്മളൊരു വീഡിയോസ് എടുത്തതിന് ശേഷം ഇട്ടതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യം ചെയ്യേണ്ടത് ഇവിടെ തംബ്നെയിൽ ക്രിയേറ്റ് ആണ്. ഓക്കെ, തംബ്നെയിൽ ഇടാം. തംബ്നെയിൽ ഇട്ടിട്ടാകുമ്പോൾ ഇങ്ങനെ കാണിക്കും, ഡൺ അടിക്കുക. ഓക്കെ, ഡൺ അടിച്ചതിന് ശേഷം ഇവിടെ തംബ്നെയിൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് തംബ്നെയിൽ ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡാക്കാൻ മറന്നുപോയി ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡാക്കിയിട്ട് കാണിച്ചു തരുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് തന്നെ വരാം കേട്ടോ. ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്ത്
അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇവിടെ ആദ്യം പോകേണ്ടത് തംബ്നെയിലാണ്. തംബ്നെയിൽ ഇട്ടതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഡൺ അടിക്കുന്ന സമയത്ത് തംബ്നെയിൽ ക്രിയേറ്റ് ആയി നമ്മളെ വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ആയിട്ടുണ്ട്. നല്ല അടിപൊളി സൂപ്പറായിട്ട് തംബ്നെയിൽ വന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, AI ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ജിമിനി ആപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അടിപൊളി ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൾക്കാർ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂട്യൂബ് നോക്കുന്നത് തംബ്നെയിൽ എങ്ങനെയുണ്ട് എന്നാണ്. തംബ്നെയിലും ടൈറ്റിലും നോക്കിയിട്ടാണ്. അപ്പോൾ ടൈറ്റിൽ നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഓൾറെഡി ജനങ്ങൾ മാറ്റാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കാം, ശല്യം കൊടുക്കാം. അതിനുശേഷം ഇത് ഓൾറെഡി ഇവിടെ ടൈറ്റിൽ റെഡി ആയിട്ടുണ്ട്. ടൈറ്റിലും റെഡിയായി, തംബ്നെയിലും റെഡിയായി. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അതിനുശേഷം ഇവിടെ പബ്ലിക് ചെയ്യാൻ പാടില്ല. ഇത് അൺലിസ്റ്റഡ് ആക്കി പോകണം ഫസ്റ്റ്. നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ വന്നിട്ടുണ്ടാവില്ല, മെമ്പർഷിപ്പ് ഓൺലി ഒന്നും വന്നിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവത്ര മോണിറ്റേഷൻ ആവാത്ത ചാനലാണെങ്കിൽ അൺലിസ്റ്റഡ്, പ്രൈവറ്റ്, പബ്ലിക് ഈ 3 ഓപ്ഷനേ ഉണ്ടാവത്തു. അപ്പോൾ അതിന് എന്ത് ചെയ്യേണ്ടത്, അൺലിസ്റ്റഡ് ആക്കി വെക്കാം. അൺലിസ്റ്റഡ് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ വെക്കാം. ഒരു അരമണിക്കൂർ അൺലിസ്റ്റഡ് ആക്കിയിട്ട് വെക്കുക. അൺലിസ്റ്റഡ് ആക്കിയിട്ട് വെച്ചതിന് ശേഷം നിങ്ങൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം പബ്ലിഷ് ചെയ്യുക കേട്ടോ. പെട്ടെന്ന് സഡൻലി പോയിട്ട് പബ്ലിഷ് ചെയ്യരുത്. അരമണിക്കൂർ അൺലിസ്റ്റഡ് ആക്കിയിട്ട് വെച്ചതിന് ശേഷം നിങ്ങളൊരു ടൈം നോക്കിയിട്ട് ആ ടൈമിന് നിങ്ങൾ പബ്ലിഷ് ചെയ്താൽ മതി. എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വീഡിയോസ് റീച്ചിലേക്ക് പോകും. ഞങ്ങൾക്കിപ്പോൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ ഈ വീഡിയോ അല്ല ഓൾറെഡി അപ്ലോഡ് ചെയ്യാനുള്ളത്. ഞാൻ ഓൾറെഡി ഇത് ബാക്കപ്പ് പോവാണ്. ഓക്കെ, ഓൾറെഡി ഞാൻ ബാക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇതല്ലാത്തത് കൊണ്ട് ഞാൻ വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾക്ക് അതിലിട്ട് കാണിച്ചതാണ് എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻഗേജ്മെൻറ്റ് എങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ മതി. ക്ലിക്ക് ത്രൂ ആണ് നമുക്ക് വേണ്ടത്. യൂട്യൂബ് ക്ലിക്ക് ചെയ്യണം. പക്ഷേ നിങ്ങൾ തംബ്നെയിലും യൂട്യൂബിൽ പറയുന്ന കാര്യങ്ങളും സെയിം ആയിരിക്കണം. അതല്ലാണ്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ടോപ്പിക്കിനനുസരിച്ചിട്ട് നിങ്ങൾ ഈ തംബ്നെയിൽ ഇടരുത്. അപ്പം നിങ്ങൾ എന്താണോ ടോപ്പിക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്, അതിനെക്കുറിച്ചിട്ട് മാത്രം പ്രോംപ്റ്റ് ചോദിക്കുക ChatGPT-നോട്. ആ പ്രോംപ്റ്റ് എടുത്തിട്ട് നിങ്ങൾ ജിമിനി ആപ്പിലിടാം. ജിമിനി ആപ്പിലിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോനെ കുറിച്ചിട്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതേ തംബ്നെയിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ട് അത് തംബ്നെയിൽ കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ മാത്രം എടുക്കുക, ടെക്സ്റ്റ് ആഡ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പും ചെയ്തിട്ട് വീഡിയോ കാണാം.